23 പ്രവാസി മലയാളികൾ, അവരുടെ കുടുംബങ്ങൾ, 23 കുടുംബങ്ങൾ, ആ 23 കുടുംബങ്ങളെ ആശ്രയിച്ച് കഴിയുന്ന ബന്ധുക്കൾ, ഇവരുടെ എല്ലാം വീടുകളിൽ നിന്ന് ഓരോരോ ദുഃഖകഥകൾ പറയാനുണ്ടാവും. പറഞ്ഞാലും തീരാത്ത കഥകളുണ്ട്. ആ കഥകൾക്കെല്ലാം സങ്കടത്തിൻ്റെ കരിയും പുകയും ശ്വാസം മുട്ടലും എല്ലാം നിറഞ്ഞിരിക്കും. എന്തായാലും എൻ്റെ പൊന്നുമോനെ എന്നത് എല്ലാ അമ്മമാരുടെയും മക്കളെക്കുറിച്ചുള്ള ആത്യന്തികമായ വിളിയാണ്. അത് അവസാനത്തെ വിളിയായിട്ട് മാറുന്നതിൻ്റെ കഥ കൂടിയാണ്. കുവൈറ്റിൽ നിന്ന് മരിച്ച 23 പേരുടെയും മൃതദേഹങ്ങൾ ഇവിടെ എത്തുമ്പോൾ ഇനിയും കേൾക്കാനിരിക്കുന്നത് കേരളം. അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ അതെല്ലാം അസ്തമിച്ചിരിക്കുന്നു. സ്വന്തമായിട്ടൊരു വീട് എന്നുള്ള സ്വപ്നം ബാക്കിയാക്കിയാണ് തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി അരുൺ ബാബു വിട പറയുന്നത്. 6 മാസം മുമ്പ് കുവൈറ്റിലേക്ക് പോയ അരുണിൻ്റെ മരണവാർത്ത അറിഞ്ഞ ആഘാതത്തിലാണ് കുടുംബവും നാട്ടുകാരും. ഒരുപാട് സ്വപ്നങ്ങളുമായി തിരുവനന്തപുരം ഉഴമലയ്ക്കൽ സ്വദേശി അരുൺ ബാബു കുവൈത്തിലേക്ക് വിമാനം കയറിയത് 6 മാസങ്ങൾക്ക് മുൻപാണ്. കടങ്ങൾ വീട്ടണം, തലചായ്ക്കാൻ സ്വന്തമായി ഒരു വീട് വേണം. ഇതായിരുന്നു അരുണിന്റെ ആഗ്രഹം. ഈ സംഭവം അറിഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മകൻ്റെ ഫോണിലേക്ക് വിളിച്ചു. പക്ഷെ അവൻ അറിഞ്ഞിന്നല്ലാതെ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരെ വിളിച്ചിട്ട് അവനെ പറ്റി അന്വേഷിക്കാൻ പറയുമായിരുന്നു. വൈകുന്നേരം വരെ എല്ലാ ഹോസ്പിറ്റലും, ഇഞ്ചേർഡായി കിടക്കുന്ന എല്ലാ ഹോസ്പിറ്റലും അന്വേഷിച്ചിട്ട് ലിസ്റ്റിലൊന്നും എൻ്റെ മോൻ്റെ പേരുണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയാണ് എൻ്റെ മോൻ മോർച്ചറിയിലുണ്ടെന്ന് ഞാൻ അറിയുന്നത്. ഉച്ചയ്ക്ക് ഈ കമ്പനിയുടെ NBTCയുടെ കമ്പനിയുടെ ഹെൽപ്പ് ലൈനിൽ നിന്ന് എനിക്ക് കൺഫർമേഷൻ കിട്ടിയത്. അമ്മയുടെ അനിയത്തിയാണ്. ഞങ്ങൾ ഒന്നിച്ചാണ് പോയിട്ടുള്ളത്. ആഗ്രഹം എന്ന് വെച്ചാൽ എൻ്റെ മോൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു വീട് വയ്ക്കുക എന്നുള്ളത്. എൻ്റെ മോന് ഒരു വീട് വെച്ച് കടവ് വീട്ടിട്ട് കയറി വരാമെന്ന് എന്നോട് പറഞ്ഞു. ഉച്ചയോടെയാണ് അരുൺ ബാബുവിന്റെ മരണവിവരം കുവൈറ്റിൽ നിന്നും ബന്ധുക്കളെ അറിയിച്ചത്. NBTC കമ്പനിയിൽ ഷോപ്പ് അഡ്മിനായിരുന്നു അരുൺ ബാബു. കൊറോണയ്ക്ക് മുൻപ് 2 വർഷം ഇതേ കമ്പനിയിൽ ജോലി നോക്കിയിരുന്നു. പിന്നീട് 6 മാസം മുൻപാണ് കുവൈറ്റിലേക്ക് പോയത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.